ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 20-ലധികം മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ ഒക്ടോബർ 3-നുള്ളിൽ കേസെടുക്കാനും നീക്കം. അടുത്ത മാസം 3-ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഹർജികൾ വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയാണ് അന്വേഷണ സംഘം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘം പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. 20-ലധികം മൊഴികളിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇവരിൽ ഭൂരിഭാഗം ആളുകളെയും നേരിട്ട് ബന്ധപ്പെട്ട് സെപ്റ്റംബർ 30-നകം നിലപാട് തേടാനാണ് തീരുമാനം. അന്വേഷണവുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ളവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം ഒക്ടോബർ 3-നുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യും. അല്ലാത്തവരിൽ നിന്ന് പരാതിയില്ലെന്ന് രേഖാമൂലം എഴുതി വാങ്ങുകയും ചെയ്യും. മൊഴി നൽകിയവരിൽ ചിലർ പൂർണ്ണമായ പേരും മേൽവിലാസവും നൽകിയിട്ടില്ലെന്നത് അന്വേഷണ സംഘത്തിന് ജോലിഭാരം കൂട്ടും. സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെ സഹായത്തോടെ ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. 3896 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘം 5 ഭാഗങ്ങളായി വീതിച്ചാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. അന്വേഷണ സംഘത്തിലെ IG സ്പർജൻ കുമാർ, DIG അജിത ബീഗം, SP-മാരായ മെറിൻ ജോസഫ്, G പൂങ്കുഴലി, ഐശ്വര്യ ഡോഗ്രെ എന്നിവരാണ് റിപ്പോർട്ട് വായിച്ചത്. 5 ഉദ്യോഗസ്ഥരും 3 ദിവസം കൊണ്ട് റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് നിർദ്ദേശം നൽകിയിരുന്നു. ജനം, തിരുവനന്തപുരം.